പിസ്തയുടെ മരമാണെന്നും പറഞ്ഞ് അടുത്തൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. ഇത് ചെറിയ തൈയായിരുന്നു. ഇത് കായ്ക്കാനായിട്ട് ഞങ്ങൾ നോക്കിയിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അതിനകത്ത് വലിയൊരു കായുണ്ടായി. നോക്കിയപ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയയിലും നോക്കിയപ്പോഴാണ് പിസ്ത ഇങ്ങനെയല്ല. എന്നാൽ പിന്നെ ഇത് എന്താണ് സാധനം എന്നറിയാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ കാത്തിരുന്ന് ഒരു വലിയ കായ് താഴെ എങ്ങാണ്ട് വീണ് പോയി. അവിടെ എങ്ങും നോക്കിയിട്ട് കണ്ടില്ല. പിന്നീടുണ്ടായതാണ് ഇതെല്ലാം. ഇതിലൊരെണ്ണം കാര്യമായിട്ട് പറിച്ച് ഇതെന്താണെന്ന് നോക്കിയപ്പോഴാണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ ഗൂഗിൾ ചെയ്ത് പഠിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് മലബാർ ചെസ്റ്റ് നട്ട് എന്ന് പറയുന്ന ഒരു ഇതാണ്. നട്ട്സിൻ്റെ തന്നെ വകഭേദത്തിലുള്ളതാണ്. ഇതിന് മറ്റൊരു പേരുള്ളത് മണി ട്രീ എന്നും പറയുന്നുണ്ട്. വീട്ടിലേക്ക് ഭാഗ്യം കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇതുപോലെ വലിയ മരമായിട്ടും അല്ലെങ്കിൽ ചട്ടിയിലും ഒക്കെ പല സ്ഥലങ്ങളിലും വെക്കുന്നുണ്ട്. ഇതുപോലെ വലിയ മരമായിട്ട് ഇതിനകത്ത് കുറേ ചെസ്റ്റ് നട്ടുകൾ ഇതുപോലെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് അതിൻ്റെ ഇല. ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു പോലെ പാലമരമാണോ എന്ന് വിചാരിച്ചു. അങ്ങനെ പല അഭിപ്രായങ്ങളൊക്കെ പൊങ്ങി വന്നെങ്കിലും ഈ ഒരു കായ ഉണ്ടാവുന്നവരെ കാത്തിരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പൂവ്, മൊട്ട്. അതിങ്ങനെ വലുതായിട്ട് വലിയൊരു പൂവായിട്ട് വന്ന് വെള്ള കളറിലുള്ള ഒരു പൂവാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ കാത്തിരുന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു വലിയ കായ കിട്ടുന്നത്. അത് മുറിച്ച് നോക്കിയപ്പോൾ ഇതിനകത്ത് ഇതുപോലെ കുറേ കുഞ്ഞു കായകളാണ്, തൊലിയുള്ള കായകളാണ്. അപ്പോൾ ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെച്ചു. നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ് വരുമ്പോൾ നമുക്കിത് നട്ട്സ് പോലെ തന്നെ കഴിക്കാൻ പറ്റുമെന്നാണ് ഗൂഗിളിലൊക്കെ കണ്ടത്. അങ്ങനെ ഇത് പ്രത്യേകം ഉണക്കി എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കഴിച്ച് നോക്കിയപ്പോഴാണ് നല്ല അടിപൊളി രുചിയാണ് കേട്ടോ. നമ്മുടെ നട്ട്സിനെയൊക്കെ തോൽപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന രുചിയാണ്. ചെസ്റ്റ് നട്ട് എന്നാണ് ഇതിൻ്റെ പേര്. മലബാർ ചെസ്റ്റ് നട്ട് എന്ന് പേരുണ്ട്. അതുപോലെ തന്നെ മണി ട്രീ എന്ന് പേരുണ്ട്. പല സ്ഥലങ്ങളിലും പല പേരാണ്. അപ്പോൾ ഉണങ്ങിയ കായാണ് കേട്ടോ ഇത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ തോലി പതിയെ ഇങ്ങനെ പൊളിഞ്ഞു പോരും. എന്നിട്ട് അത് പൊളിച്ചിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നട്ട്സൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിന്. നമ്മുടെ യൂട്യൂബിലും ഗൂഗിളും ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഒത്തിരി ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ ഒന്ന് പങ്കുവയ്ക്കണം കേട്ടോ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളിത് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റാണ്, ഗുണമുണ്ടെന്ന് ഗൂഗിളിൽ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിലെങ്കിലും പറയുക. അതുപോലെ ഇതിന് വളമൊക്കെ ഇട്ട് കൊടുക്കണോ, എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ.